കീമോ ചെയ്തതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ രേണുവിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നു. രേണുവിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത്. കീമോ ചെയ്തതിനു ശേഷം ശരീരമാകെ തളർച്ചയിലേക്ക് നീങ്ങുന്നു. എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ബന്ധമുള്ളവർ തന്നെ ഇപ്പോൾ വളരെയധികം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുന്ന പോലെ പ്രേക്ഷകർ ഇപ്പോൾ ആ ഒരു വാർത്തയെക്കുറിച്ചും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം രേണുവിൻ്റെ ഓരോ ദിവസത്തെ വാർത്ത അറിയാനും അവർ കാതോർത്തിരിക്കാറുണ്ട്. രേണുവിന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാൻ ഒരുപാട് പേർ തന്നെ എത്താറുമുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതും അത്തരമൊരു വാർത്തയാണ്. വേദന കൊണ്ട് പല ദിവസവും ഉറങ്ങാൻ പറ്റാറില്ല. അതാണ് മുഖമാകെ ക്ഷീണിച്ചിരിക്കുന്നത്. രേണുവിൻ്റെ മുഖം എന്താണ് തടിച്ചിരിക്കുന്നത്, വീർത്തിരിക്കുന്നത്, ക്ഷീണിച്ചിരിക്കുന്നത് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം ഇത് തന്നെയാണെന്ന് പറയണം. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയാണ് എൻ്റെത്. ഈ രോഗം ആർക്കും വരരുതേ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. മരുന്നുകളില്ല, വേദന തിന്ന് ജീവിക്കണം. കീമോ എടുക്കുമ്പോഴുള്ള വേദന, അത് കഴിയുമ്പോഴുള്ള വേദന, അങ്ങനെ ഒരുപാട് വേദനകൾ. അതെല്ലാം സഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് തീരുകയുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ പിന്നാലെയുണ്ട്. ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ആരാധകരെല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. കീമോ തുടങ്ങിയതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വേദന കാരണം ഞാൻ മറ്റുള്ളവരെ മുറക്കാറില്ല എന്നതാണ് സത്യം. എൻ്റെ അടുത്തേക്ക് അങ്ങനെ ആർക്കും വരാൻ സാധിക്കില്ല. ഇൻഫെക്ഷൻ വരും എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അത് ശ്രദ്ധിച്ചു മാത്രമേ പെരുമാറാൻ സാധിക്കൂ. എല്ലാവരും വളരെ കൃത്യമായി തന്നെ ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഈ വാർത്തയെക്കുറിച്ച് പറയുന്നു. രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. ആർക്കും മനസ്സിലാകാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. സ്റ്റേജ് ഇത്രയും ചെറുതാണെങ്കിൽ പോലും വേദന അതികഠിനമായിരിക്കും. ഒരിക്കലും ഒരാൾക്കും ക്യാൻസർ വരരുതേ, ഒരു ദുഷ്ടനോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിനോ പോലും വരരുതേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത്. അത്ര കഠിനമായ ഒരു അസുഖമാണിത്. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെയാണ് ആശ്വാസം ലഭിക്കുന്നത്. ഉറങ്ങാൻ പോലും പറ്റാത്ത വേദന, കഠിനമായ ക്ഷീണം, അങ്ങനെ ഓരോന്നോരോന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രേണുവിന്. അത്രയേറെ വിഷമം തന്നെയാണ് രേണു കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളതും. പ്രേക്ഷകർ വളരെയധികം ചിന്തിക്കുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ് എന്നുകൂടി നമുക്ക് പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത, അതാണിപ്പോൾ പ്രേക്ഷകർ തന്നെ കാണുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയും ആ ഒരു വാർത്തയെക്കുറിച്ച് കാണുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെയധികം ആകാംക്ഷയോടെ ആരോഗ്യവതിയായി രേണു തിരികെ വരുന്നത് സ്വപ്നം കാണുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.